അപ്പോൾ നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടെൻറ്റ് ഇരിക്കുന്ന സ്ഥലം കണ്ടില്ലേ, എങ്ങനെയുണ്ട് സ്ഥലം? അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇവിടെയാണ് ഇന്ന് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ടെൻറ്റിൻ്റെ പുറത്തായിരിക്കുന്നത്, അതൊക്കെ ഞാൻ എടുത്ത് അകത്ത് വെക്കട്ടെ. അപ്പോഴത്തേക്ക് നിങ്ങൾ ഞാൻ ഇവിടം വരെ എത്തിയ കാഴ്ച ഒന്ന് കണ്ടിട്ട് വാട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്യാമ്പ് ചെയ്തത് ചീരട്ടാമലയിലെ നരിമട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളിപ്പോഴും ഉള്ളത് ചീരട്ടാമലേൻ്റെ വേറൊരു ഭാഗത്താട്ടോ. അതിലും അവിടെ നമുക്ക് അധികം വ്യൂവോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻറ്റിലോട്ട് പോയിട്ടാണ് ഇന്ന് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് റിസ്ക് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് എന്ന് കരുതി നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കുന്നൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സ്ഥലമൊക്കെ കണ്ടിരുന്നു. കുറേ മുന്നേ 2-3 മാസം മുന്നേ ഞാൻ വന്ന് സ്ഥലമൊക്കെ നോക്കിയത്. അപ്പോൾ നമ്മളെ ഇതാണ് സ്ഥലം. ഇവിടുന്ന് ദേ താഴേക്ക് ഇറങ്ങണം കേട്ടോ. നമ്മളെ ഇവിടം വരെ ദേ ആദർശ് കൊണ്ടുവിട്ടിട്ടുണ്ട്. നന്ദി വിട്ടോ. എല്ലാ സ്ഥലത്തും നമുക്ക് ഇതേപോലെ വണ്ടി കൊണ്ടുവന്ന് വെക്കുന്നൊന്നും സേഫ് ആവില്ല. അതുകൊണ്ടാണ് ഇവിടെ വണ്ടി വെക്കാത്തത്. കുറച്ച് സീനൊക്കെ ഉള്ള സ്ഥലങ്ങളും ഉണ്ടല്ലോ കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ വണ്ടി ഇവനെ കൊണ്ട് എടുപ്പിക്കുകയാണ്. നാളെ തന്നെ 8 മണിക്ക് വന്ന് പിക്ക് ചെയ്യണം കേട്ടോ. 8 മണിക്ക് ഞാൻ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും 8 മണിക്ക് വന്നോ. എന്തായാലും ആ ഗ്യാസ് കാര്യങ്ങളൊക്കെ ദേ ഇവിടെ ഉണ്ട്, അതൊക്കെ തന്നേരെ. അപ്പോൾ നീ കിട്ടോ. ഓക്കെ, റേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. കിട്ടോ. സമയം 4 മണിയായിട്ടോ. അതെ, ഈ കാടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കുറച്ച് താഴേക്ക് പോകണം. ഇതൊക്കെ പറങ്കിയും റബ്ബറൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. നിങ്ങൾ ഓൾറെഡി വ്യൂ കണ്ടു വേണം. ഞാൻ എൻ്റെ ഇൻട്രോ അവിടെ നിന്നാണ് എടുത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് താഴേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ അതേ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. ചെറിയ വഴിയാണ്. കുറച്ച് മുന്നേ ഒന്ന് മഴ ചാറിയായിരുന്നു, അതുകൊണ്ട് നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് അത്യാവശ്യം സൂര്യനെയൊക്കെ കാണാം. അപ്പോൾ നമുക്ക് സൺസെറ്റ് കിട്ടുമെന്ന് അറിയത്തില്ല. ഇത് കണ്ടോ, റബ്ബറും തോട്ടമാണേ, റബ്ബറും തോട്ടമാണ്. പക്ഷേ താഴേക്ക് നല്ല കുഴിയാണ്. നമ്മൾ ആ കുഴീൻ്റെ അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് നോക്കിയിട്ടാണ് ടെൻറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ. ഇതിലേ വേണം അങ്ങോട്ട് ഇറങ്ങി അവിടെ എത്തണം. നമ്മൾ അവിടെ നിന്ന് അവിടെ ഇറങ്ങി വന്ന് ഏറ്റവും ടോപ്പിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ കാണുന്ന ആ വ്യൂ കണ്ടോ. നമ്മളത് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ, കാട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട്. പക്ഷെ ഇവിടെ ഇറങ്ങാനൊക്കെ കുറച്ച് ഡേഞ്ചറാണ്. സൂക്ഷിച്ച് ഇറങ്ങിയില്ലെങ്കിൽ ഒറ്റ പോലെ അങ്ങോട്ട് പോകും. ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ. ഇവിടുന്ന് കാണുന്ന വ്യൂ ഉണ്ടോ, അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് സ്ഥലം? അപ്പോൾ നമ്മളിത് ഇവിടെ കേട്ടോ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പുഴയൊക്കെ കാണാം. അതായത് പുലാന്തോൾ ഭാഗമൊക്കെ കാണാം. നമുക്ക് ഇവിടുന്ന് മലപ്പുറം ജില്ലയും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയും ഒക്കെ കാണാം കേട്ടോ. അവിടുന്ന് നല്ല മഴ വരുന്നുണ്ട്, അതുണ്ടോ? ഉണ്ടല്ലേ, അടിപൊളി വ്യൂ കേട്ടോ. അതാണ് മേളിലേക്കുള്ള കാഴ്ച, ഉണ്ടല്ലേ? ഇവിടെ കണ്ടില്ല, ഇവിടെ ഇങ്ങനെ ഓരോ തിണ്ടാട്ടോ. ഇതൊരു തിണ്ട്, അതുപോലെ അവിടെ ഒരു തിണ്ടുണ്ട്, അതുപോലെ അതിനപ്പുറം അവിടെയൊക്കെ ചെറിയ സ്ഥലങ്ങളാണ്. അതുപോലെ ഇവിടെ കണ്ടോ പാറയുണ്ട്. ഈ പാറയൊക്കെ നല്ല തെന്നലായി കിടക്കുകയാണ്. അതുപോലെ അങ്ങോട്ട് നല്ല കുഴിയാട്ടോ. താഴേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒറ്റ പോലായിരിക്കും അങ്ങോട്ട്. എന്താ അവസ്ഥ എന്നൊന്നും നമുക്കൊരു പിടിയില്ല താഴത്തെ. അപ്പോൾ അങ്ങോട്ടൊന്നും വീഴാണ്ട് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ പുഴ കാണാം. ആ പുഴയാണ് നമ്മുടെ കുന്തിപ്പുഴ കേട്ടോ. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്യാമ്പ് ചെയ്തപ്പോൾ ഒക്കെ കണ്ട അതേ പുഴ തന്നെയാണ്. അതിനപ്പുറം പാലക്കാട് ജില്ലയാണ്, ഇപ്പുറം മലപ്പുറം ജില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. അതുപോലെ അവിടെ പാടവും കാര്യങ്ങളൊക്കെ കാണാം. ഈ കാണുന്നതാണ് മഴ ഇങ്ങോട്ട് എത്തുന്നില്ല. അവിടെ ഇങ്ങനെ മഴ നല്ലപോലെ പെയ്യുന്നുണ്ട്. അതുപോലെ സൺ സെറ്റ് ഈ ഒരു ഭാഗത്ത് എവിടെയെല്ലായിരിക്കും, നമുക്കത് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. ഫുള്ള് കാർമേഘമാണ്. അതുപോലെ തന്നെ സൺറൈസ് നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് വരിക. അതൊന്നും നമുക്കിവിടെ പ്രത്യേകിച്ച് അങ്ങനെ വ്യൂവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം ഇതേപോലെ കാട് പിടിച്ച് കിടക്കും. ഇവിടെ ഒന്നും ആരും ക്യാമ്പ് ചെയ്യാത്തൊരു സ്ഥലമാണ്. ഈ ഒരു വ്യൂ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. ഈ ഒരു വ്യൂ കണ്ടിട്ട് നമുക്ക് എന്തായാലും ക്യാമ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഒന്നെങ്കിൽ അവിടെ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യണം. എന്തായാലും കുഴപ്പമില്ല, എല്ലാം കണക്കാണ്. പക്ഷേ ഈ പുല്ല് ഫുള്ള് നമ്മൾ വെട്ടണം കേട്ടോ. ഇങ്ങനത്തുള്ള പുല്ലിൻ്റെ മുകളിൽ ക്യാമ്പ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് അടിയിലോട്ടൊക്കെ പാമ്പൊക്കെ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ അടിഭാഗം ക്ലിയർ ചെയ്യണം. അപ്പോൾ ഈ പുല്ലൊക്കെ മാക്സിമം വെട്ടിയിട്ട് നമുക്ക് ഇവിടെ ടെൻറ്റ് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു വ്യൂ നമുക്ക് അങ്ങോട്ട് ടെൻറ്റ് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് ടെൻറ്റ് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ അങ്ങോട്ട് തിരിച്ച് വെക്കണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വെക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ടെൻറ്റ് റെഡിയാക്കാം. അതിന് മുമ്പ് ഈ പുല്ലെല്ലാം വെട്ടണം. അപ്പോൾ ഞാനൊരു കത്തി വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ പുല്ല് വെട്ടൽ ചടങ്ങാണ്. ആദ്യം നമുക്ക് ഈ പുല്ലെല്ലാം വെട്ടി ഇവിടെ നിന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ കിടക്കുന്ന സ്ഥലം, നമുക്ക് മൊത്തം ഒന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ.
അപ്പോൾ അതെ ഒരുവിധം ഒരു 10 മിനിറ്റ് കൊണ്ട് ഒന്നൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ ആ കാട് പിടിച്ച സ്ഥലമൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ടെൻറ്റ് നിൽക്കാൻ പാകത്തിന് മാത്രം ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ കാടാട്ടോ. നമ്മൾ ഈ സൈഡിലേക്ക് ഫേസ് ചെയ്തിട്ടായിരിക്കും ടെൻറ്റ് സെറ്റ് ചെയ്യുന്നത്. അവിടെ പാറയൊക്കെ ഉണ്ട്. അതുപോലെ ദേ വ്യൂ രക്ഷയല്ല കേട്ടോ. സൺസെറ്റ് ഇത് എവിടെ റെഡി ആവുന്നുണ്ട്. ഒരു ജെറ്റൊക്കെ ഇങ്ങനെ പോകുന്നതിൻ്റെ കാഴ്ചയൊക്കെ കാണാം കേട്ടോ. അടിപൊളി. ഇപ്പോൾ പെരും മഴയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മഴയാണ്. ഇപ്പോൾ വീണ്ടും ചാറാൻ തുടങ്ങി. ആ ഭാഗത്തു നിന്നൊക്കെ നല്ല മഴക്കോള് വരുന്നുണ്ട്. ഈ ഒരു ഭാഗം ക്ലിയർ ആട്ടോ. അപ്പോൾ എന്തായാലും ആ മഴേൻ്റെ മുമ്പേ നമുക്ക് പെട്ടെന്ന് ടെൻറ്റ് ഒന്ന് റെഡിയാക്കട്ടെ, എന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതെ ഞാൻ നമ്മുടെ ആ വ്യൂ പോയിന്റിലാട്ടോ. ഇത് കണ്ടില്ലേ ടെൻ്റൊക്കെ അവിടെ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി വ്യൂ കേട്ടോ. സെറ്റപ്പ് അല്ലേ? അതുപോലെ തന്നെ ടെൻറ്റിൻ്റെ കളർ ഇതുപോലെ പച്ചയായതുകൊണ്ട് പെട്ടെന്നൊന്നും ആർക്കും നോട്ടീസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. താഴെ നിന്നൊക്കെ നോക്കുന്നവരാണെങ്കിൽ കൂടെ ഫുള്ള് പച്ചപ്പിലായതുകൊണ്ട് പെട്ടെന്നൊന്നും തിരിച്ചറിയത്തില്ല. എന്തായാലും സ്ഥലം അടിപൊളിയാട്ടോ. ക്ഷീണിച്ചു. നമുക്കിനിയും ഒരുപാട് പേര് പറയുന്നുണ്ട് എപ്പോഴും കട്ടനാണ് എൻ്റെ മെയിനെന്നും അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ഞാൻ ദിവസവും വൈകുന്നേരം രാവിലെ കട്ടൻ ചായ കുടിക്കുന്നത്. അതുകൊണ്ടാട്ടോ ഇവിടുന്ന് നമ്മൾ വരുമ്പോഴും നമ്മളെവിടെ പോയാലും അത് മിസ് ചെയ്യാത്തത്. വൈകുന്നേരം ആയാലും രാവിലെ ആയാലും നമ്മൾ ഒരു കട്ടൻ ചായ കുടിച്ചിരിക്കും. അപ്പോൾ എന്തായാലും വന്നല്ലേ നമുക്കൊരു കട്ടൻ ഉണ്ടാക്കി കുടിക്കാം. പുല്ലൊക്കെ വെട്ടി ക്ഷീണിച്ചു. അതുപോലെ പറ്റിയാൽ നമുക്ക് താഴോട്ടൊക്കെ ഇറങ്ങി നോക്കണം. നിങ്ങൾ കണ്ടു കാണും, എൻ്റെ അടുത്ത് ഓൾറെഡി റോപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു കയറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് വരും പരിപാടികളൊക്കെ കുറച്ചുകൂടെ അഡ്വഞ്ചർ ആക്കാൻ പറ്റിയാൽ നോക്കാം. കണ്ടോ ഇതുപോലുള്ള പ്രശ്നമുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ട്രെക്ക് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ എപ്പോഴും റോപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ അതിനാണ് റോപ്പ് വാങ്ങിച്ചത്. ഇങ്ങനത്തെ ഇപ്പോൾ മഴക്കാലത്ത് ഇങ്ങനത്തെ പാറ കാര്യങ്ങളൊക്കെ അതുണ്ടല്ലേ. ഇപ്പോൾ താഴോട്ടൊക്കെ ഇറങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലമൊക്കെ നമുക്ക് കയറണമെങ്കിൽ റോപ്പില്ലാണ്ട് പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വരും വീഡിയോകളിലൊക്കെ റോപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഇങ്ങോട്ട് വെറുതെ എടുത്തു എന്നേ ഉള്ളൂ. നമുക്ക് നോക്കി നോക്കാം എന്തായാലും. ഇവിടെ മൊത്തം ഭയങ്കര ശാന്തത കേട്ടോ. കാറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ടെൻറ്റ് വലിച്ച് കെട്ടിയിട്ടൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടാണ് ടെൻറ്റ് എങ്ങനെ സെറ്റ് ചെയ്തതെന്നൊക്കെ. ഇവിടെ ഞാൻ വെറുതെ വെച്ചിട്ടുള്ളൂ. എന്തായാലും ഈ ഭാഗത്തുനിന്ന് കാര്യമായിട്ട് കാറ്റോ കാര്യങ്ങളൊന്നും അടിക്കത്തില്ല. അടിക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ടേ കാറ്റടിക്കത്തുള്ളൂ. അവിടെയാണ് പടിഞ്ഞാറ് ഭാഗം. സൺസെറ്റ് അവിടെയാണ്. നമുക്ക് ടെൻറ്റിൻ്റെ അകത്ത് ഇരുന്നാലൊന്നും സൺസെറ്റ് കാണാൻ പറ്റില്ല. ഇവിടെ ഫുള്ള് മരങ്ങളാണ്. നമുക്ക് ആ മുകളിലത്ത് നമ്മൾ നേരത്തെ നിന്ന ആ ടെൻറ്റിലോട്ട് കയറി നിന്നാൽ നമുക്ക് സൺസെറ്റും കാണാം. സൺറൈസ് എന്തായാലും ഇല്ല. നമുക്ക് ഈ സൺസെറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. അടിപൊളി ഒരു സൺസെറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. നമുക്ക് പ്രകൃതി എന്ത് തരുന്നോ അത് കാണാം, അത്രേ ഉള്ളൂ. ഇത് ചായക്കുള്ള സാധനമൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. നല്ല വെയിലാട്ടോ. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാക്കാൻ ചായ എന്ന് വെച്ചാൽ. അതുപോലെ ഞാൻ റോപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് താഴേക്കൊന്ന് ഇറങ്ങി നോക്കാം. താഴെ അവിടെ ഒരു മരമൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല വ്യൂ കാണാൻ പറ്റുമായിരിക്കും. സൺസെറ്റ് നമുക്ക് കാണണമല്ലോ. അതിന് പറ്റിയ സ്ഥലം വല്ലതും ഉണ്ടോ എന്ന് നോക്കി നോക്കാം. നമുക്ക് എന്നിട്ട് അവിടെ പോയിരുന്നിട്ട് സൺസെറ്റൊക്കെ കാണാം. റോപ്പ് ആവശ്യം വരുമോയെന്നൊന്നും അറിയത്തില്ല. എന്നാലും നമുക്ക് നോക്കാം. അവിടെ എങ്ങാണ്ടൊരു പാറ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടല്ലേ. ഇവിടെയൊക്കെ ആൾക്കാർ വരൽ കുറവാട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും അധികം വേസ്റ്റോ കാര്യങ്ങളൊന്നും കാണാത്തത്. പക്ഷേ എന്നാലും ഉണ്ട്. ഇവിടെയൊക്കെ ഓരോ കുപ്പികൾ കിടക്കുന്ന കാണാം. ഇതങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പേർക്കൊന്നും അറിയത്തില്ല. ഈ നാട്ടിലുള്ളവർ മാത്രമേ ഇങ്ങോട്ട് വരത്തുള്ളൂ. വരുന്നവർ നാട്ടുകാരാണേലും അല്ലാത്തവരാണേലും ഈ വേസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുക. നമുക്ക് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ സൺസെറ്റ് പക്കയായിട്ട് കാണാം. അവിടെയൊക്കെ പാറയുണ്ട് കേട്ടോ. അവിടെയൊക്കെ പോയിരുന്നാൽ നമുക്ക് ആ ഭാഗത്ത് സൺസെറ്റ് കാണാൻ പറ്റും. മുകളിലിരുന്നാൽ അവിടെയൊക്കെ കണ്ടില്ലേ ആ മരങ്ങളാണ്, അതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഇവിടെയൊക്കെ പാറ തെന്നി കിടക്കുകയാണ്. അതാണ് സീന്. നമുക്ക് ഈ റോപ്പ് ഇവിടെ എവിടെയെങ്കിലും കെട്ടാൻ പറ്റുമോ നോക്കാം. അപ്പോൾ റോപ്പ് അതിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ സ്കൗട്ടിനൊക്കെ ഉള്ളവരൊക്കെ വാങ്ങുന്ന തരത്തിലുള്ള റോപ്പാട്ടോ. അത്യാവശ്യം നമുക്ക് പിടിച്ച് കയറാനും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ റോപ്പ് നമുക്ക് താഴേക്ക് കൊണ്ട് ഇട്ട് കൊടുക്കാം ഇതിലെ. ഓക്കെ, അവിടെ ഞാൻ ആ മരത്തിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ താഴേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് ഇനി താഴേക്ക് പിടിച്ചിട്ട് ഇറങ്ങാം. ആ പാറ തെന്നുന്ന ഒരു സീൻ മാത്രമേ ഉള്ളൂ. തെന്നിയ ഒരൊറ്റ പോലെ താഴേക്ക്. അതുകൊണ്ടാട്ടോ റോപ്പിൻ്റെ ഹെൽപ്പ്. കെട്ടൊന്നും കുഴപ്പമില്ല. ഇതിങ്ങനെ വലിയുന്നുണ്ട് കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം.
അതൊക്കെ ആൾക്കാർ വരുന്നതാണ്, നമ്മൾ തെന്നി വീഴാതിരിക്കാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ടല്ലേ നമ്മുടെ ടെൻറ്റ് ദേ അവിടെ കേട്ടോ. നമ്മളിതേ ഇങ്ങോട്ട് പോകുന്നു, റോപ്പ് ഇവിടെ ഇങ്ങനെ കിടക്കട്ടെ, നമുക്ക് ഇതിനകത്തോട്ടൊക്കെ ഇറങ്ങാം. ഉണ്ടല്ലേ അവിടെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം. എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കട്ടെ. വാ, ഇവിടെ കണ്ടില്ലേ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാട്ടോ കല്ലുകൾ, അടിപൊളി. ഇത് കണ്ടോ, ഇത് കണ്ടോ, നമുക്ക് ഇവിടെ ഇരിക്കാം. അടിപൊളിയല്ലേ? നമ്മൾ ഓരോ സ്ഥലത്ത് നിന്നാലും ഇതുപോലുള്ള എവിടെയെങ്കിലൊക്കെ സ്പോട്ട് ഉണ്ടാവും. നമ്മൾ ഒന്നേ പൊക്കത്തായിരിക്കും, ഇവിടെ പിന്നെ കുറച്ച് താഴ്ന്നിട്ടാണ്. ഇവിടെ ഇരുന്നാൽ കറക്റ്റ് നമുക്ക് ഇതേ അവിടെ ആയിരിക്കും കേട്ടോ സൺസെറ്റ്. നമുക്ക് ആ സൺസെറ്റിൻ്റെ ടൈമിൽ നമുക്ക് ഒരു കട്ടൻ ചായ കിട്ടിയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് നമുക്ക് സൺസെറ്റ് കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയതേ ഉള്ളൂ, തിരിച്ചു കയറാം നമുക്ക്. സമയം 5:30 ഞാൻ താഴേക്ക് ഇറങ്ങി പോകുന്നു. താഴെ ഇവിടെ ആ പാറേൻ്റെ ഇവിടെ വന്നിരിക്കുകയാണ്. അടുപ്പും കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ആ സൺസെറ്റ് കണ്ടുകൊണ്ട് നമുക്കൊരു കട്ടൻ ചായ കുടിക്കണം. ഇവിടെ ഇരുന്ന് കാണാനാണ് രസം. ഇത് കേട്ടല്ലേ ഈ ഒരു ഫ്രെയിം നോക്കിയേ, ഇവിടെ ഈ സ്റ്റൗ ഒക്കെ വെച്ചിട്ട് അടിപൊളിയല്ലേ. അവിടെ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചയായിരിക്കും. പക്ഷേ ഇവിടെ ഈ മരത്തിൻ്റെ ആ ഒരു ഇതും ആ ഒരു മൊത്തത്തിൽ നല്ല അടിപൊളി ഫ്രെയിം ആട്ടോ, നല്ലൊരു കാഴ്ചയാണ്. ഉണ്ടോ? സമയം 6 മണിയായി കേട്ടോ. നമ്മൾ സൺസെറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ദേ ഇവിടെ കട്ടൻ വെച്ചിട്ടുണ്ട്. മല, കാട്, താഴ്വാര, അതുപോലെ അങ്ങ് ദൂരെ പാടം, പുഴ, അവിടെ നല്ല അടിപൊളി സൺസെറ്റ്, ഇവിടെ നല്ല തിളയ്ക്കുന്ന കട്ടനും. ആഹാ അന്തസ്സല്ലേ, ഇതിനൊക്കെ അല്ല അങ്ങനെ പറയുന്നത്. എന്തായാലും സംഭവം സെറ്റപ്പാട്ടോ. ഒരുപാട് പേർക്ക് മിസ് ചെയ്യുന്ന ലൈഫാണെന്നൊക്കെ അറിയാം. പ്രത്യേകിച്ച് പ്രവാസികൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയക്കുന്നൊക്കെ. അവർക്കെല്ലാവർക്കും നമ്മുടെ ഇതുപോലുള്ള എല്ലാ വീഡിയോ സമർപ്പിക്കുന്നുണ്ട്. എല്ലാവരും കാണുക. ഇനി അതുപോലുള്ള പുതിയ പുതിയ കാഴ്ചകളൊക്കെ നമ്മൾ മാക്സിമം ഷൂട്ട് ചെയ്ത് കാണിക്കും. എന്തായാലും അടിപൊളിയാക്കാം. കണ്ടല്ലേ ചായ ഇവിടെ തിളച്ചു, സൺസെറ്റ് അവിടെ ആയി വരുന്നുണ്ട്. താഴെ നിന്ന് സാധനങ്ങളെല്ലാം എടുത്തിട്ട് തിരിച്ച് മേലേക്ക് തന്നെ വന്നു. ദേ റോപ്പൊക്കെ അയച്ചു കേട്ടോ, കാരണം രാത്രിയിൽ ഇനി മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അത് നനയും. പിന്നെ നാളെ പാക്ക് ചെയ്യുമ്പോൾ ഫുള്ള് നനഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. സമയം ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ. അതുപോലെ ഇതേ സ്കൈയിൽ ഇന്ന് ചന്ദ്രനൊക്കെ ഉണ്ട്, അപ്പോൾ നിലാവൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വലിയൊരു രീതിയിലുള്ള സൺസെറ്റ് ഒന്നും അല്ലായിരുന്നു. നമുക്ക് എല്ലായിടത്തും ഒരേപോലെയുള്ള സൺസെറ്റ് സൺറൈസ് കാര്യങ്ങളൊന്നും കിട്ടിക്കോണമെന്നില്ല. ഇവിടെ നിന്നുള്ളൊരു രീതി എങ്ങനെയോ അതുപോലെ. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. ഇത് വൈകുന്നേരം ഒന്നും ഇങ്ങോട്ടൊന്നും ആരും വന്നിട്ടില്ല, അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് ടെൻറ്റിൻ്റെ അകത്ത് കയറാനുള്ള സമയമായി. അധികം നേരം നമ്മൾ പുറത്തിറങ്ങി നിന്ന് കളിക്കുന്നില്ല, കാരണം നമുക്കറിയാത്ത സ്ഥലമാണ്, പന്നിയൊക്കെ ഉണ്ടാവും. എന്തായാലും നമ്മൾ ഇരുട്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ ടെൻറ്റിൻ്റെ അകത്തോട്ട് തന്നെ കയറും കേട്ടോ. സ്കൈൻ്റെ ഒക്കെ അവിടെ കളറ് കണ്ടോ, അടിപൊളിയാണേ. ഇതെല്ലാം ഇരുട്ടായി വരുന്നുണ്ട്, പലയിടത്തും ലൈറ്റുകളൊക്കെ തെളിഞ്ഞു. അതുപോലെ തന്നെ കുറേ നേരം ആ സൈഡിൽ ഇവിടുന്ന് ഒരു അമ്പലത്തിൽ നിന്നുള്ള സോങ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ വേറൊരു ഫീലാട്ടോ. അപ്പോൾ നമുക്ക് ടെൻറ്റിൻ്റെ അകത്തോട്ട് കയറിയിട്ട് കാണാം കേട്ടോ. ഇതേ ടെൻറ്റിൻ്റെ അകത്ത് കയറി കേട്ടോ. ഇപ്പോൾ വലിയ രീതിയിൽ കൊതുക കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് ടെൻറ്റ് തുറന്നിട്ടിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഇരുട്ടി കഴിഞ്ഞാൽ അകത്ത് വെട്ടിട്ട് കഴിഞ്ഞാൽ ടെൻറ്റ് ക്ലോസ് ചെയ്യും കേട്ടോ. അപ്പോൾ ദേര് കൊതുക്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ടെൻറ്റിൻ്റെ പുറത്തോട്ടുള്ള കാഴ്ച കണ്ടോ,
ഇതാണേ. സൗണ്ടൊന്ന് നിങ്ങൾ കേട്ട് നോക്ക്. എങ്ങനെയുണ്ട്? ടെൻറ്റിൻ്റെ ബാക്ക് സൈഡൊക്കെ കണ്ടോ? അപ്പോൾ നമ്മൾ ടെൻറ്റിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി പുതിയൊരു ലൈറ്റ് നമ്മൾ ഡെക്കാത്തോണിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. ഇതാണേ. നമുക്ക് 900 രൂപയ്ക്കാണ്ട് കിട്ടി. അവിടുത്തെ ഒരു ക്ലിയറൻസ് സെയിലിൽ ഉണ്ടായിരുന്നൊരു ലൈറ്റാണ്. നമുക്ക് ടെൻറ്റിൻ്റെ ക്യാമ്പിങ്ങിനായിട്ടുള്ളൊരു ലൈറ്റാണ്. ടെൻറ്റിൻ്റെ അകത്ത് നമുക്കിങ്ങനെ തൂക്കിയിടാം. ഇതിൻ്റെ റിവ്യൂ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് നമുക്ക് പല മോഡുണ്ട്. ഇതിനകത്തിപ്പോൾ ഒരു ക്ലിക്ക് ആക്കി കഴിഞ്ഞാൽ റെഡ് ലൈറ്റാണ് കേട്ടോ, പേടിപ്പിക്കാനൊക്കെ പറ്റിയ ലൈറ്റാണ്. അതുപോലെ പിന്നെ സാധാ വൈറ്റ് ലൈറ്റ്, അതിൻ്റെ തന്നെ ഒരു ബ്രൈറ്റും, ഇങ്ങനെ 3 സെക്ഷൻ അതിനകത്തുള്ളത്. നമുക്ക് USB കേബിൾ വെച്ചിട്ട് തന്നെ നമുക്കിത് ചാർജ് ചെയ്യാം, പവർ ബാങ്ക് ഒക്കെ വെച്ച് ചാർജ് ചെയ്യാം. അത് മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്താണെന്നറിയോ? നമുക്ക് ഇതുപോലുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ കറണ്ട് ഇല്ലാത്തൊരു സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ഇതിലുണ്ടോ, ഇതിനകത്ത് ഡൈനാമോ ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്കിത് തിരിച്ച് ചാർജ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഇത് കണ്ടില്ലേ, ഇതാണ് ഡൈനാമോ. ഡൈനാമോ നമുക്കിങ്ങനെ തിരിക്കുമ്പോൾ കണ്ടില്ലേ, ഇത് ചാർജ് ആവുന്നുണ്ട്. ചാർജ് തീർന്നാൽ രാത്രി ഫുള്ള് ഇരുന്ന് ഇങ്ങനെ കറക്കുക. ഒരു മണിക്കൂറൊക്കെ കറക്കിയാൽ ചിലപ്പോൾ ഇത് ഫുൾ ചാർജ് ആവുമായിരിക്കും. അങ്ങനത്തെ ഒരു സാധനം നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. നമുക്കിത് ടെൻറ്റിൻ്റെ അകത്ത് ഹാങ് ചെയ്തിടാം കേട്ടോ. ഉണ്ടോ? ഇപ്പോൾ മൊത്തം കാണുന്നില്ല, ഞങ്ങൾക്ക് ടെൻറ്റിൻ്റെ അകം ഫുള്ള് ഉണ്ടല്ലേ. അത്യാവശ്യം നല്ല വെട്ടമുണ്ട് കേട്ടോ. ടെൻറ്റിൻ്റെ അകം മൊത്തം നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ക്യാമറയിൽ നമ്മളെ കാണണം. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക എങ്ങനെയുണ്ട്, ലൈറ്റ് ഓക്കെ അല്ലേ? ഇതാകുമ്പോൾ ഇത് ഓണാക്കിയിട്ടാൽ മതി, മൊബൈലിൻ്റെ ഫ്ലാഷ് അടിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീഡിയോയിൽ നമ്മൾ ഫ്ലാഷ് അടിച്ചിട്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞായിരുന്നു നല്ലൊരു ലൈറ്റ് വാങ്ങുക എന്നൊക്കെ. അപ്പോൾ നമ്മളൊരു ലൈറ്റ് കൂടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ളൂ, നമുക്ക് ടെൻറ്റ് ക്ലോസ് ചെയ്യാം. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ജീവികളെല്ലാം ടെൻറ്റിൻ്റെ അകത്തോട്ട് കയറും. അത് നമുക്ക് പണിയാവും. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ കുറച്ച് ഇല പറിച്ചിട്ടുണ്ട്. അതെന്തിനാന്നൊക്കെ പറഞ്ഞാൽ റോപ്പ്, സ്റ്റൗവ്, കാര്യങ്ങളെല്ലാം അകത്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് എടുത്ത പിക്കുകളൊക്കെ കാണാൻ ഇൻസ്റ്റാഗ്രാം എന്തായാലും ഫോളോ ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ എടുക്കുന്ന ഫോട്ടോസും ചെറിയ വീഡിയോസും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ. സമയം അപ്പോൾ 7:30 ആയി കേട്ടോ. ടെൻറ്റിൻ്റെ അകത്താണ്. പുറത്തൊക്കെ മൊത്തം സൈലൻ്റാണ്. കാറ്റും ഇല്ല, മഴയില്ല, ഒന്നുമില്ല. കാര്യമായിട്ട് ചൂടോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അടിയിൽ നല്ല തണുപ്പുണ്ട്. പിന്നെ പകലൊക്കെ അപ്പിളൊക്കെ ആയിട്ട് ചെറുതായിട്ട് മഴയൊക്കെ പെയ്തുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർ നമ്മളോട് ഒന്നും പറയുന്നത്, എല്ലാ വീഡിയോ ഇടുമ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കുക്ക് ചെയ്യാൻ. അപ്പോൾ കുക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് ഇത്രയും കാലം കുക്ക് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ കുക്ക് ചെയ്താൽ വീഡിയോ ഒന്നുകൂടെ രസമാവും എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അകപ്പാടുള്ളത് ഈ ഒരു പാത്രമാണ്. വേറെ പാത്രമോ കാര്യങ്ങളൊന്നുമില്ല, ഓരോന്നും വാങ്ങണ്ടേ. അപ്പോൾ തൽക്കാലം നമുക്ക് ബഡ്ജറ്റ് ആകുമ്പോൾ നമ്മൾ ഓരോരോ സാധനങ്ങളൊക്കെ വാങ്ങും. തൽക്കാലം ഇപ്പോൾ എൻ്റെ ചായ ഉണ്ടാക്കാനും മാഗി ഉണ്ടാക്കാനും ഒക്കെ ആകപ്പാടുള്ളത് ഈ ഒരു പാത്രം. അപ്പോൾ ഈ ഒരു പാത്രം വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? പിന്നെ കുക്കിംഗ് അറിയത്തില്ല. അപ്പോൾ മാക്സിമം നമുക്ക് ഇന്ന് തൊട്ട് നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും കൈയടിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോൻ്റെ 2ാമത്തെ സെക്ഷനാണ് കുക്കിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കുക്കിംഗ് പരിപാടി കൂടെ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാൻ പോവാം. നിങ്ങൾ വലുതായിട്ടൊന്നും കരുതണ്ട. എൻ്റെ കയ്യിൽ ബ്രെഡുണ്ട്. ബ്രെഡിനൊരു കറി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ആദ്യമായിട്ടാണ് ഇതൊക്കെ പരീക്ഷിക്കാൻ പോകുന്നത്. മിക്കവാറും കുളവാവും. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജ് കറിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു തക്കാളി, പിന്നെ ഒരു സവാള. ഇത് രണ്ടും കടയിൽ നിന്ന് വാങ്ങി എൻ്റെ അവസ്ഥ നല്ല വെച്ചോക്ക്. ചേട്ടാ ഒരു തക്കാളി ഒരു സവാള എന്ന് പറഞ്ഞിട്ടാണ് ഈ 2 സാധനം കടയിൽ നിന്ന് വാങ്ങുന്നത് കേട്ടോ. ഇത് രണ്ടും മാത്രമാണ് അവിടെ നിന്ന് വാങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ ചെറിയൊരു കത്തി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കടുകുണ്ട്, കടുക് കേട്ടോ. കടുക് നമുക്ക് സെറ്റാക്കാം. പിന്നെ എണ്ണ, കോക്കനട്ട് ഓയിൽ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുക്കിങ്ങിനൊക്കെ ഏറ്റവും വേണ്ട സാധനമാണ് മസാല പൊടികൾ. പലതരത്തിലുള്ള പൊടികൾ നമ്മൾ കറിക്കാതെ കിടണം. അപ്പോൾ നമ്മളെപ്പോലെ ക്യാമ്പിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതുപോലുള്ള ട്രാവലിംഗ് പർപ്പസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഫുഡോലസ്കി എന്ന് പറഞ്ഞിട്ട് ഒരു മസാല, മാജിക് മസാല എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് തലശ്ശേരിയുള്ളത് അയച്ചു തന്നെയാണ്. അപ്പോൾ നമുക്ക് 2-3 പാക്കറ്റ് അയച്ചു തന്നു. അതിലൊരു ചെറിയ പാക്കറ്റാണിത്. ഇത് കയ്യിൽ കിട്ടിയിട്ട് കുറേ ദിവസമായി. പക്ഷേ ഇത് വെച്ചിട്ട് എന്താ കാണിക്കേണ്ടതെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ ഇത് തൊട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാട്ടോ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത്. കറി ആവൂ എന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഈ മസാല വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉപ്പ് മാത്രം ഇട്ടാൽ മതി. എന്ത് കറിയാണല്ലോ ഇതിലിപ്പോൾ എഴുതിയിട്ടുണ്ട്, മുളക്, മല്ലി, മഞ്ഞൾ, ജീരകം, കടുക്, കുരുമുളക്, പരിപ്പ്, ഉലുവ, കറിവേപ്പില, ഇതെല്ലാം ഇതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കടുക് പോലും പൊട്ടിക്കേണ്ടെന്നാണ് ഇതിനർത്ഥം. എന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ അരിഞ്ഞിടുക, ഈ മസാല ഇടുക, ഉപ്പിടുക. ഉപ്പ് മാത്രം എക്സ്ട്രാ ഇട്ടാൽ മതി, വേറെ ഒരു സാധനം നമ്മൾ ഇടണ്ട, മുളക് പോലും ഇടണ്ട. അപ്പോൾ ശരിക്കും ഇത് നമുക്ക് യൂസ്ഫുൾ അല്ലേ?
ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒറ്റ മസാലപ്പൊടി വെച്ചിട്ട് നമുക്ക് ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ്, മുട്ടക്കറി, സാമ്പാർ, മീൻ കറി, മീൻ പൊരിക്കുകയും ചെയ്യാം. അങ്ങനെ എല്ലാ സാധനവും ഉണ്ടാക്കാം. പക്ഷേ ഈ സംഭവങ്ങളൊന്നും അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ വെറുതെ ഈ 2 സാധനം അരിഞ്ഞിട്ടിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ ഇതെന്തായാലും സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാധനം വേണം എന്നുള്ളവരൊക്കെ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവരെ ബുക്ക് ചെയ്താൽ ഒരു സാധനം എത്തിച്ചേരും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചെറിയ പാക്കറ്റാണ്, ഇതിന് 50 രൂപയാണ് വില. അതുപോലെ ഇതിൻ്റെ വലിയ പാക്കറ്റ് ഉണ്ട്, അതിന് 125 രൂപ മറ്റുമാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക, എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. നിങ്ങൾക്ക് ഇതേപോലെ ക്യാമ്പ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ ഇത് സിമ്പിളല്ലേ, ഒറ്റ മസാല കൊണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാം ഒറ്റയടിക്ക് സെറ്റാക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ സവാളയും തക്കാളിയും അരിയണം. അത് ഇടാൻ നമ്മുടെ അടുത്ത് വേറെ പാത്രമോ കാര്യങ്ങളൊന്നുമില്ല. അതിനാണ് കുറച്ച് ഇല പറിച്ച് വെച്ചേക്കുന്നത്, ഇലയിലാണ് ഇടുക. പിന്നെ ഇത് അരിയാൻ നമ്മുടെ അടുത്ത് കത്തി മാത്രമേ ഉള്ളൂ, നിലത്ത് വെക്കാനൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ പാത്രം ഇങ്ങനെ തുടച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കേട്ടോ അരിയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം സവാള പൊളിക്കാം. പിന്നെ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഇതിലും എളുപ്പമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഇതിപ്പോൾ എന്താകുമെന്ന് എനിക്കൊരു പിടിയില്ല. എന്തായാലും ഞാൻ സവാളൻ്റെ തൊലിയല്ല ആദ്യം പൊളിക്കട്ടെ. നമുക്ക് തക്കാളി ഒന്ന് ശരിക്കും കഴുകണം. പിന്നെ ഇതുപോലെ ക്യാമ്പ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്നൊരു കാര്യം കേട്ടോ, വാട്ടർ സേവ് ചെയ്യാൻ. വെള്ളം ഇതിപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ചായ ഇട്ടു, അത്യാവശ്യം വെള്ളം കുടിച്ചു, ഈ ഒരു കുപ്പി തീർന്നിട്ടില്ല, ഇനി 2 ലിറ്ററിൻ്റെ വെള്ളം കൂടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാമ്പ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കും. കാരണം വെള്ളം കഴിഞ്ഞാൽ വേറെ വെള്ളം കിട്ടാൻ ഒരു വഴി ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പകുതി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, പകുതി ഇവിടെ ഉണ്ട്, പകുതി നമ്മൾ മാറ്റി വെക്കുക, അത്ര മതി. ഒരു ഫുള്ള് തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് പേരിന് കുറച്ച് കടുക് ഇടാം. നമ്മുടെ മസാലയിൽ കടുകിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഇത് ഫുള്ള് നാച്ചുറലാണെന്നാണ് ഇതിൽ എഴുതിയേക്കുന്നത്, അങ്ങനെയാണ് പറഞ്ഞതും. 100% നാച്ചുറലാണ്. ഇത് 100 ഗ്രാമിൻ്റെ പാക്കറ്റ് കേട്ടോ. അപ്പോൾ കടുക് ഇടേണ്ടൊന്നും ആവശ്യമില്ല. എന്നാലും നമുക്ക് പേരിന് ഒരു കുറച്ച് കടുക് പൊട്ടുന്ന കാണാൻ നല്ല രസമല്ലേ, അപ്പോൾ അതിടാം. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കടുക് ഇടാതെ തന്നെ പൊട്ടുന്നല്ലോ. തൽക്കാലം ഞാൻ കടുക് ഇടുന്നില്ല. കടുക് ഇട്ടാൽ ഇതെല്ലാം കൂടെ തെറിക്കും. ടെൻറ്റിലോട്ടൊക്കെ തെറിച്ചാൽ ഉള്ളി ഇട്ടിട്ടുണ്ടേ, സ്പൂൺ ഇവിടെ. ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പോട് ഇട്ട് കൊടുക്കാം. ടെൻറ്റിൻ്റെ അകത്ത് നിറച്ചും പുകയായിട്ടോ. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് പുകഞ്ഞങ്ങോട്ട് വന്നു. അതുകൊണ്ട് കടുക് ഇട്ടില്ല. കടുക് നമുക്ക് മാറ്റി വെക്കാം, വേണ്ട. ഇവിടെ ഉള്ളി റെഡി ആവട്ടെ. നമ്മുടെ മസാല കഷ്ണം കാണിച്ചു തരാൻ ഞങ്ങൾ നെട്ടരുത് കേട്ടോ. ഇതുണ്ടല്ലേ, ഞങ്ങൾ ക്യാമ്പ് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെയാണ്, വലിയ കഷ്ണത്തിലൊക്കെ അരിയുക. ഉണ്ടല്ലേ, സംഭവം എന്തായാലും ഞാൻ കഴിക്കും കേട്ടോ. നോക്കി നോക്കാം എന്താവുമെന്ന്. എന്തായാലും ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. എന്തായാലും അതവിടെ ഇരുന്ന് റെഡി ആവട്ടെ. നമുക്ക് തൽക്കാലം ഒരു ഇല എടുത്ത് വെച്ച് അടയ്ക്കാം. ഇലയ്ക്ക് തീ പിടിക്കും ഇനി. നല്ല മസാലേൻ്റെ മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ ലൈറ്റ് ഇട്ടിട്ട് ടെൻറ്റിൻ്റെ അകത്തിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ, പന്നി വന്നാണ്ടല്ലോ, പന്നി വെട്ടം കണ്ടിട്ട് ടെൻറ്റിൻ്റെ അടുത്തേക്ക് വരും. അതുകൊണ്ടാണ് പലയിടത്തും ലൈറ്റ് ഇങ്ങനെ അധികം ഇടാത്തത്. നമ്മളും കുക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യും കേട്ടോ. നിങ്ങൾ പേടിച്ചോ? ഞാൻ പേടിച്ച്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നല്ല അത്യുഗ്രൻ തക്കാളിയാണോ ഉള്ളിയാണോ എന്നറിയില്ല, ഒരു കറി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. നല്ല മണമുണ്ട് കേട്ടോ. സെറ്റാവട്ടെ. ഒറ്റ അബദ്ധേ പറ്റിയുള്ളൂ, കുറച്ചുകൂടെ കുനുകുനാന്ന് അരിയണമായിരുന്നു. അരിഞ്ഞത് കുറച്ച് സൈസ് കൂടിയെന്നുള്ളൂ. അത് നമുക്ക് അടുത്ത പ്രാവശ്യം സെറ്റാക്കാം കേട്ടോ. നിനക്ക് എന്നാ പിടിക്കുന്നേ?
അങ്ങനെ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത്രയും നാൾ നമ്മൾ സ്റ്റൗ യൂസ് ചെയ്തിട്ട് ഇത്രയും ലോങ് ടൈം സ്റ്റൗ വർക്കാവുന്ന ഇന്നാണ് നമ്മുടെ കറി അങ്ങനെ സെറ്റായിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഞാൻ ടേസ്റ്റൊക്കെ നോക്കി നമുക്ക് അതേ ബ്രെഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഇലയിലോട്ട് നമുക്ക് കറി കുറച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം എല്ലാം സെറ്റായിട്ടുണ്ട്. കുറേ നേരം ഇട്ട് തിളപ്പിച്ചുകൊണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വലിയ കഷ്ണമായിരുന്നു, അതുകൊണ്ട് എത്ര ടൈം എടുത്തതെന്ന് തോന്നുന്നു. അപ്പോൾ ഫുഡ് ഏകദേശം ഒരു 90% ഓക്കെ ആട്ടോ കറി ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇനിയും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ബാക്കി കറി കുറച്ചുകൂടെ ബാക്കിയുണ്ട്, കൊള്ളാത്തതുകൊണ്ട് ബാക്കിയായൊന്നുമല്ല, കുറച്ച് ബാക്കിയുണ്ട്. അത് നമുക്ക് നാളെ രാവിലെ സെറ്റാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ, ഒന്ന് ഉറങ്ങാൻ പാകത്തിനെല്ലാം സെറ്റ് ചെയ്യട്ടെ. അതേ കാലക്കൂടെ ആകെ കറിയൊക്കെ പോയി ആകെ ഇതായി, എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. വേറൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. നിങ്ങൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഒരു ജീവിൻ്റെ അത് നമ്മൾ വന്നപ്പോൾ തൊട്ടിവിടെ ഉണ്ട്. തൊട്ടപ്പുറത്ത് ആ മലേൻ്റെ ആ സൈഡിലായിട്ട് ഒരു പന്നി ഫാം ഉണ്ട് കേട്ടോ. പന്നീൻ്റെ സൗണ്ട് കേട്ടോ നിങ്ങൾ കേൾക്കുന്നത് ഉണ്ടല്ലേ. അപ്പോൾ അതേ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെൻറ്റിൻ്റെ പുറത്തോട്ടൊന്ന് ഇറങ്ങി കേട്ടോ. ടെൻറ്റ് ഉള്ളിലെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തപ്പോൾ ടെൻറ്റ് ഇരിക്കുന്നുണ്ടല്ലേ. ഇതിൻ്റെ ഇപ്പോൾ ഈ ടെൻറ്റിൻ്റെ ആ സൈഡ്, ടെൻറ്റിൻ്റെ നിങ്ങൾ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ ഫുള്ള് നമുക്ക് വെളിച്ചം കാണാം കേട്ടോ. ക്യാമറയിൽ കാണത്തില്ല, വെളിച്ചം കാണാൻ പറ്റും. സമയം 9:45. ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി കുറച്ചേരം ഇരുന്നു. വലിയ പ്രശ്നമൊന്നുമില്ല. താഴോട്ട് ലൈറ്റോ കാര്യങ്ങളൊക്കെ കാണാം. കാറ്റില്ല, മഴയില്ല, പേടിക്കാൻ മാത്രം ഒന്നുമില്ല കേട്ടോ. കുറച്ചേരം പുറത്തിരുന്നു. ടെൻറ്റിൽ നിങ്ങൾ തമ്മിൽ കണ്ട പിക്കൊക്കെ നമ്മളിപ്പോൾ എടുത്താണ്. അത് കഴിഞ്ഞ് തിരിച്ച് ടെൻറ്റിനകത്ത് കയറി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ടൈം പോകുന്ന അറിയുന്നില്ല. 7:30 ആയപ്പോൾ കറി വെക്കാൻ തുടങ്ങിയതാണ്. അതും വെച്ച് ഫുഡും കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ടൈം പാസ് ആവും. അപ്പോൾ ഇതിന് മുന്നിൽ നമുക്ക് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് രാത്രി മഴ പെയ്താൽ നല്ല വ്യൂ ആയിരിക്കും കേട്ടോ. നല്ല കോടയൊക്കെ ഉണ്ടാവും താഴെ. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ഉറങ്ങാം. നാളെ രാവിലത്തെ വ്യൂ എങ്ങനെയോ അതുപോലെ കാണാം കേട്ടോ. ശരി. സമയം 12:15. വെളുപ്പിന് അന്നത്തെ പോലെ തന്നെ വീണ്ടും ഇവിടെയും മഴ ആരംഭിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പുറത്തെ സാധനമൊക്കെ ക്ലോസ് ചെയ്തു. സൗണ്ട് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ സമയം 7 മണിയായേ. ഇതുവരെ ക്യാമ്പ് ചെയ്തതിൽ ഇതുപോലെ ഉറങ്ങിപ്പോകുന്നത് ആദ്യമായിട്ട് കേട്ടോ. സത്യമായിട്ടും ഉറങ്ങിപ്പോയി. 7 മണിയായപ്പോഴാണ് എണീറ്റത്. താഴത്തെ കാഴ്ച കണ്ടോ, അവിടെ ഒക്കെ കോടയാണ്. രാവിലെയും നല്ല അടിപൊളിയായിരുന്നു, കാണും. നോക്കിയേ, ടെൻ്റ് ഇരിക്കുന്ന സ്ഥലം കണ്ടോ, അടിപൊളി വ്യൂ അല്ലേ. നമുക്ക് ഏതായാലും സൺറൈസ് ഒന്നും കാണാൻ പറ്റില്ല, സൺറൈസ് ഒക്കെ സൈഡിൽ. അതുപോലെ തന്നെ നല്ല മഴക്കോളും ഉണ്ട്. പക്ഷെ നല്ല അടിപൊളി വ്യൂ ആട്ടോ താഴോട്ട് കണ്ടല്ലേ. ഈ ഒരു ഭാഗത്ത് നല്ല സൺറൈസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നൈസായേനെ. ഏതായാലും കൊള്ളാം. അവിടെയൊക്കെ കോടയുണ്ട് കേട്ടോ. അങ്ങ് ദൂരെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അടിപൊളി. അപ്പോൾ നമുക്കിവിടെ വേറെ പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നുമില്ല. നമ്മൾ ബ്രെഡും ഇന്നലത്തെ കറി ബാക്കിയുണ്ട്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. ഞാൻ ബാക്കപ്പായിട്ട് മാഗിയോടെ കൊണ്ടുവന്നിരുന്നു. കറി കുളവായ പിന്നെ മാഗി എന്തെങ്കിലും നൂഡിൽസ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമല്ലോ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. കറി കുറച്ച് ബാക്കിയുണ്ട്, നമുക്ക് ബ്രെഡും കഴിക്കാം, ചായയും കുടിക്കാം. ഇവിടെ ഇതാട്ടോ കാഴ്ച. ഇപ്പോഴത്തെ കോടയൊക്കെ അങ്ങനെ മാറി വരുന്നുണ്ട്. പക്ഷെ അങ്ങൊക്കെ ഉണ്ട് എല്ലാം. അവിടെ ആ ഒരു ഭാഗമൊക്കെ കൂടെ തന്നെ നമുക്ക് ആ കാഴ്ചയൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ തന്നെ. അടിപൊളി. ഇതേ താഴ്ഭാഗത്തൊക്കെ വെയിലടിച്ച് തുടങ്ങി കേട്ടോ. മൊത്തം ക്ലിയറായി വരുന്നുണ്ട്. അതുപോലെ ഈ ഭാഗത്താണ് സൂര്യൻ. ഇപ്പോൾ ഇവിടെയും വെയിലൊക്കെ വരും. അപ്പോൾ നമുക്കെന്തായാലും നല്ല ടെൻ്റൊക്കെ പാക്ക് ചെയ്യാം. വേറെ പ്രത്യേകിച്ച് കാഴ്ചയൊന്നുമില്ല, ഈ ഒരൊറ്റ വ്യൂ മാത്രമേ ഉള്ളൂ. സമയം 8 മണി കഴിഞ്ഞു. നമ്മുടെ സാധനങ്ങൾ ഫുള്ള് പാക്ക് ചെയ്തു. ടെൻറ്റ് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ടെൻറ്റ് നനഞ്ഞുകൊണ്ട് പുറത്ത് വെക്കുന്നുള്ള ബാഗിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടില്ല. ബാക്കി സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ആട്ടോ നമ്മൾ ക്യാമ്പ് ചെയ്തത് സ്ഥലം കണ്ടില്ലേ. നമ്മളൊരു
തുള്ളി വേസ്റ്റ് പോലും എവിടെ ഇട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുന്നവരൊക്കെ വേസ്റ്റ് എന്തായാലും കൊണ്ടുവന്ന സാധനം എല്ലാം തിരിച്ച് കൊണ്ടുപോകാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് പുല്ല് മാത്രമേ ഞാൻ വെട്ടിയുള്ളൂ കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇവിടുത്തെ പരിപാടികളൊക്കെ മൊത്തം കഴിഞ്ഞു. നമുക്ക് ഇനിയിപ്പോൾ വിടാം, പുതിയൊരു സ്ഥലമൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്തൊരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോയും ക്യാമ്പിങ്ങും പരിപാടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി ഇടുക. വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു സ്ഥലമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ശരി.